എന്റെ ഭഗവാനെ, അത്ഭുത ശക്തികളുടെ ദേവനെ, ഞങ്ങളെ ശാപത്തിൽ നിന്നും മോചിപ്പിച്ചതിന് വളരെ നന്ദി. കൃഷ്ണ ഭഗവാനെ, ഞാനാണ് നലക്കുവാര. ഇതെന്റെ സഹോദരൻ മണിഗ്രീവൻ. ലൗകിക സുഖസൗകര്യങ്ങളിൽ അഹങ്കരിച്ച് നടന്നിരുന്ന ഞങ്ങളെ മഹാമുനിയായ നാരദ മഹർഷി കോപത്താൽ ശപിച്ച് ഈ മരങ്ങളാക്കി മാറ്റി തീർത്തു. അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞു, സർവേശ്വരനായ അങ്ങേ ഞങ്ങൾ നേരിൽ കാണുമ്പോൾ ബന്ധനത്തിൽ നിന്നും വിമോചിതരാകുമെന്ന്. ആ പ്രവചനം ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നു. ഞങ്ങൾ ഇനി എന്നുമെന്നും അങ്ങയുടെ ഭക്തരായി തന്നെ ജീവിക്കും. കൃഷ്ണ, എന്താണ് ഇവിടെ സംഭവിച്ചത്? ആരായിരിക്കും ഈ വലിയ മരം വീഴ്ത്തിയത്? കൃഷ്ണനാണത് മുറിച്ചിട്ടത്. കൃഷ്ണനോ? അത് അസാധ്യമാണ്. അത് സത്യമാണ്. അവൻ മരങ്ങൾക്കിടയിൽ ഇഴഞ്ഞപ്പോൾ ഉരൽ മരങ്ങൾക്കിടയിൽ കുടുങ്ങി. എന്നിട്ടവൻ മുന്നോട്ട് പോയി അങ്ങനെ മരം വീഴ്ത്തി. എന്നിട്ട് രണ്ട് മഹാന്മാരായ മനുഷ്യർ വന്നു. രണ്ട് മഹാന്മാരായ മനുഷ്യർ? അതെ, അവർ കൃഷ്ണനോട് സംസാരിച്ചു. എന്നിട്ട് കൃഷ്ണന്റെ മുന്നിൽ തലകുനിച്ചു. അതിനുശേഷം ആകാശത്തിൽ മറഞ്ഞു. അസാധാരണമായി എന്തെങ്കിലും നടക്കുമ്പോഴൊക്കെ അവിടെ കൃഷ്ണൻ ഉണ്ടായിരിക്കും. ഇവര് പറയുന്നത് ശരിയാണ്. നിങ്ങളുടെ മകന് എന്തോ ഒരു പ്രത്യേകതയുണ്ട്. നന്ദ, ഇവന് പ്രത്യേകതയല്ല, അത്ഭുത ശക്തിയാണുള്ളത്. ശരിയല്ലേ വൃന്ദാവനത്തിന്റെ മാണിക്യമേ? അതെ, അത്ഭുതങ്ങളിൽ അത്ഭുതം. കൃഷ്ണ, വൃന്ദാവനത്തിൻ കൺമണിയേ, ഈ ധരണിയിൽ അത്ഭുതമേ. പ്രിയ കൃഷ്ണ, വൃന്ദാവനത്തിൻ കൃഷ്ണ, നീ എവിടെയായിരുന്നു? എന്റെ പ്രിയപ്പെട്ട കണ്ണൻ വികൃതിയാകാനിടയില്ല. ഈ ലോകത്തിലെ ഏറ്റവും നല്ലവനായ കുഞ്ഞാണ് നീ. വർഷങ്ങളായി ഞാൻ ഭൂമിയിൽ വേരൂന്നിയ ശേഷം എനിക്ക് ഇപ്പോഴാണ് സ്വാതന്ത്ര്യം കിട്ടിയത്. വളരെ ശരിയാണ് സഹോദര. ഇനിയുള്ള നമ്മുടെ ജീവിതകാലം മുഴുവൻ നമ്മൾ ആ ഉണ്ണികൃഷ്ണനെ പൂജിച്ചുകൊണ്ടേയിരിക്കും. ഈ കുഞ്ഞ് തികച്ചും കേമൻ തന്നെയാണ്. കംസന്റെ മരണദൂതനായിരിക്കാൻ തക്കവണ്ണം കേമൻ. പ്രിയ കൃഷ്ണ, ഈ വൃന്ദാവനത്തിൻ മുത്തേ നീ, താരകം നീ കൃഷ്ണ. നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട മോനെ കൃഷ്ണ, അത് വെറും കാറ്റാണ്. ഈ വൃന്ദാവനത്തിൻ മുത്തേ നീ, താരകം നീ കൃഷ്ണ. നിനക്ക് ഭാരം കൂടുകയാണോ അതോ ഞാൻ ക്ഷീണിക്കുകയാണോ? നിനക്കെന്തോ പെട്ടെന്നൊരു ഭാരം. ഞാൻ നിന്നെ താഴെ ഇറക്കാം, അല്ലെങ്കിൽ നീ എന്റെ കയ്യിൽ നിന്ന് വീഴും. ഒന്നും കഴിക്കാത്തത് കൊണ്ടുള്ള ക്ഷീണമായിരിക്കും. നീ ഇവിടെ ഇരുന്ന് കളിക്ക്, ഞാൻ എന്തെങ്കിലും കഴിച്ചിട്ട് വരാം.